celebrating 13 colorful years of capturing heartbeats of Kerala lights and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or in smart television. ഫൊക്കാനയുടെ ശക്തി കേന്ദ്രമായ ന്യൂയോർക്കിലെ ടൈസൺ സെന്ററിൽ ടീം ലെഗസിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡോക്ടർ കലാ ഷാഹിയും ടീമും നടത്തിയ ജനസമ്പർക്ക പരിപാടി വലിയ പങ്കാളിത്തത്തോടെ വൻ വിജയമായി. ന്യൂയോർക്കിൽ വിജയിക്കുന്നവരാണ് സംഘടനയുടെ തലപ്പത്തെത്തുന്ന ചൊല്ല് അനർത്ഥമാക്കുന്ന പിന്തുണയാണ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് പരിപാടിയെ ശ്രദ്ധേയമാക്കിയത്. ഡോക്ടർ കലയ്ക്കൊപ്പം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ നല്ലൊരു പങ്കും പങ്കെടുക്കുകയും തങ്ങളുടെ നിലപാടുകൾ അവതരിപ്പിക്കുകയും പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഡോക്ടർ കലാ ഷാഫി ചെയ്ത ശ്രദ്ധേയമായ പ്രസംഗത്തിൽ വിജയിച്ചാൽ എന്തൊക്കെ ചെയ്യുമെന്നത് സംബന്ധിച്ചുള്ള രൂപരേഖ അവതരിപ്പിച്ചു. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് താൻ അവതരിപ്പിക്കുന്നതെന്നവർ പറഞ്ഞു. അവരവരും തന്റെ ബന്ധുക്കളോ ഉറ്റമിത്രങ്ങളോ ഒന്നുമില്ല. സംഘടനയോടുള്ള പ്രതിബദ്ധതയാണ് അവരെ ടീമിലെത്തിച്ചത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഫൊക്കാനയെക്കുറിച്ച് ഞാൻ ശരിക്കും പഠിക്കുകയായിരുന്നു. ഈ പഠനത്തിൽ ഫൊക്കാനയിൽ അവിടെയായി ചില ഗ്യാപ്പ് ഉള്ളതായി മനസ്സിലാക്കാൻ സാധിച്ചു. ഈ വിടവുകൾ നികത്തണമെന്നാണ് ഈ കമ്മിറ്റിയുടെ തീരുമാനം. കലാ ഷാഫി പറഞ്ഞു. നിങ്ങൾ ഞങ്ങളെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഫൊക്കാന നിയമവലിയുള്ള പോരായ്മകൾ പരിഹരിക്കും. ഭരണഘടനയിൽ പല കാര്യങ്ങൾക്കും വ്യക്തതയില്ല. നിയമവലിക്ക് വ്യക്തതയുണ്ടാക്കുക എന്നതാണ് ആദ്യത്തെ ലക്ഷ്യം. അതിനായി ഒരു ജുഡീഷ്യൽ കമ്മിറ്റിയെ നിയോഗിക്കും. ഫൊക്കാനയെക്കുറിച്ച് നന്നായി അറിയുന്നവരുടെ കമ്മിറ്റി രൂപീകരിച്ച് ഫൊക്കാനയ്ക്ക് അടിത്തറ ശക്തമാക്കുക എന്നുള്ളതാണ് ആദ്യ ലക്ഷ്യം. ഫൊക്കാന ഹെൽപ്പ് ലൈൻ ആണ് മറ്റൊരു പ്രൊജക്ട്. അതിനായി വിദഗ്ധ കമ്മിറ്റി രൂപീകരിക്കും. ഡോക്ടർ, സോഷ്യൽ വർക്കേഴ്സ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ടീം, അങ്ങനെ പ്രഗത്ഭരായ വ്യക്തികളുടെ ഒരു കമ്മിറ്റി. ഉദാഹരണത്തിന്, ഒരു വീട്ടിൽ ഗാർഹിക പീഡനമുണ്ടായാൽ ഒരു സ്ത്രീ ആയിരിക്കും ഇര. അവർ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട പിന്തുണയും ഗൈഡൻസും നൽകുവാൻ കഴിയണം. നിരവധി പ്രശ്നങ്ങളാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉള്ളത്. ഗാർഹിക പീഡനം, ഡ്രഗ് അഡിക്ഷൻ, ഇമിഗ്രേഷൻ പ്രശ്നങ്ങൾ, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ തുടങ്ങിയവ. ഇതിലെല്ലാം ഫൊക്കാനയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഇടപെടുക എന്നതാണ് ഉദ്ദേശം. അടുത്തത് നമ്മുടെ യൂത്തിനെ എംപവർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ അധികം യുവജനങ്ങളൊന്നും ഫൊക്കാനയിൽ സജീവമായി വരുന്നില്ല. യൂത്തിന് ആകർഷകമായ പ്രൊജക്റ്റൊന്നും നമ്മൾ നടത്തുന്നില്ല എന്നതാണ് കാരണം. അവർക്കും ആകർഷകമായ പദ്ധതികൾ കൊണ്ടുവന്ന് അവരെ കൂടി ഉൾപ്പെടുത്തി പ്രോഗ്രാമുകൾ നടത്തണം. അതിനായി യൂത്ത് ഫെസ്റ്റിവൽ ലക്ഷ്യമിടുന്നു. റീജിയണൽ ലെവലിൽ മത്സരങ്ങൾ നടത്തി നാഷണൽ ലെവലിൽ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലെ പോലെ ഒരു യുവജനോത്സവം. യുവജനങ്ങൾക്കായി പ്രത്യേക കൺവെൻഷനും ലക്ഷ്യമിടുന്നു. ഇപ്പോൾ 2 കൺവെൻഷനാണ് ഫൊക്കാന നടത്തുന്നത്. കേരള കൺവെൻഷനും നാഷണൽ കൺവെൻഷനും. മൂന്നാമത് യൂത്തിന് മാത്രമായി ഒരു കൺവെൻഷൻ നടത്തും. അത് അവർ തന്നെ പ്ലാൻ ചെയ്ത് നമ്മുടെ ഗൈഡൻസോടു കൂടി നടത്തും. അതേപോലെ യൂത്തിന് വേണ്ടി സ്പോർട്സ് മത്സരങ്ങൾ റീജിയണൽ ലെവലിലും നാഷണൽ ലെവലിലും നടത്തും. മിക്ക സ്ത്രീകളും സംഘടനയിലേക്ക് വരികയോ അവരെ കൊണ്ടുവരികയോ ചെയ്യുന്നില്ല. നല്ല ഉദാഹരണം 40 വർഷത്തിനിടയിൽ ആദ്യ വനിതാ സെക്രട്ടറിയാണ് ഞാൻ എന്നതാണ്. സ്ത്രീകൾക്ക് പ്രാതിനിധ്യം വളരെ കുറവാണ്. അതിനാൽ കമ്മിറ്റിയിലാണെങ്കിലും ഒരു 30% സ്ത്രീകൾക്ക് പ്രാതിനിധ്യം എന്നതാണ് മറ്റൊരു ലക്ഷ്യം. അതുപോലെ ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രൊജക്റ്റും തുടർന്നും ചെയ്യും. ഫൊക്കാന ഇന്റർനാഷണൽ ആണ് ഒന്ന്. ഫൊക്കാനയുടെ പാരമ്പര്യം മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാണ് ഇന്റർനാഷണൽ ചാപ്റ്റേഴ്സ് രൂപീകരിക്കുക എന്നത്. 5ഓളം ഇന്റർനാഷണൽ ചാപ്റ്റേഴ്സ് രൂപീകരിച്ചിട്ടുണ്ട്. ആ പ്രൊജക്റ്റ് ഇനിയും തുടരും. ഫൊക്കാനയുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയും അവരുമായി നെറ്റ്വർക്കിംഗ് സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യും. അടുത്തതായി ഫൊക്കാന പൊളിറ്റിക്കൽ ഇന്റേൺഷിപ്പിന്റെ ഡയറക്ടറാണ് ഷിക്കാഗോയിൽ നിന്നുള്ള നിഷ എറിക്. രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള നമ്മുടെ യുവതലമുറയെ ഇന്റേൺഷിപ്പിന്
സഹായിക്കും. അതിനുള്ള സ്ട്രൈപ്പഡ് ഫൊക്കാനയിൽ നിന്നും നൽകും. അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഹൗസിംഗ് പ്രൊജക്ട്, സ്കോളർഷിപ്പ് തുടങ്ങി എല്ലാ പ്രൊജക്ടുകളും ഇനിയും തുടർന്നും ചെയ്യും. ഫൊക്കാനയുടെ പാരമ്പര്യം തുടരുക എന്നതാണ് ഈ പാനലിന്റെ ഉദ്ദേശം. എനിക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കളാണ് അവർ. അവരെല്ലാം എന്നെക്കുറിച്ച് വളരെ നന്നായിട്ടാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഇലക്ഷനിൽ നിന്നതുകൊണ്ട് എന്താണ് പറയുന്നതെന്നറിയില്ല. എന്നാലും ആ 2 സ്ഥാനാർത്ഥികളോടുള്ള ബഹുമാനവും ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇലക്ഷന് ജയിച്ചാലും തോറ്റാലും അവരുമായി ചേർന്ന് ഇനിയും പ്രവർത്തിക്കും. യാതൊരു വ്യക്തിപരമായ വിദ്വേഷവും ഇല്ല എന്നും കലാഷാഹി വ്യക്തമാക്കി. തുടർന്ന് പാനലിൽ നിന്നുള്ളവർ സംസാരിക്കുകയും ഈ ടീമിന്റെ പ്രത്യേകതകൾ എടുത്തുകാട്ടുകയും ചെയ്തു. തങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് ഏവരും ഉറപ്പിച്ചു പറഞ്ഞു. മികച്ച ഈ പരിപാടി സംഘടിപ്പിച്ച എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കൂടിയായ ഷാജു സാം ആയിരുന്നു MC. ട്രഷർ സ്ഥാനാർത്ഥി രാജൻ സാമുവൽ തന്റെ മുൻകാല പ്രവർത്തനങ്ങളും ഫൊക്കാനയിലെ ലക്ഷ്യങ്ങളും വിവരിച്ചു. അസോസിയേറ്റ് സെക്രട്ടറി സ്ഥാനാർത്ഥി ബിജു തുമ്പിൽ തന്റെ പ്രസംഗ ചാതുര്യമില്ലായ്മയെപ്പറ്റി നടത്തിയ പ്രസംഗം മനം കവരുന്നതായി. അഡീഷണൽ അസോസിയേറ്റ് സെക്രട്ടറി സ്ഥാനാർത്ഥി അജു ഉമ്മൻ, അഡീഷണൽ അസോസിയേറ്റ് ട്രഷറർ ദേവസി പാലാട്ടി എന്നിവരും ലക്ഷ്യങ്ങൾ വിവരിച്ചു. നേരത്തെ ഫോമയിലായിരിക്കെ നടത്തിയ ചാരിറ്റി പ്രവർത്തനങ്ങൾ വിമൻസ് ഫോറം ചെയർ സ്ഥാനാർത്ഥി നിഷ എറിക് വിവരിച്ചു. ഫൊക്കാനയാണ് തന്റെ തട്ടകമെന്നു മനസ്സിലാക്കിയാണ് അവിടെ എത്തിയത്. വിജയിച്ചാൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്നവർ പറഞ്ഞു. ന്യൂയോർക്കിലെ RVP സ്ഥാനാർത്ഥി റെജി വർഗീസ് തന്റെ സംഘടനാ പ്രവർത്തനങ്ങളും 5 മില്യന്റെ പള്ളി ഉണർത്തുന്നതിന് നേതൃത്വം കൊടുത്തതുമൊക്കെ വിവരിച്ചു. നാഷണൽ കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്ന തോമസ് നൈനാൻ, റോണി വർഗീസ്, സണ്ണി പണിക്കർ, ജോയി കൂടാലി, ഡോക്ടർ നീന ഈപ്പൻ, റോബർട്ട് അരിച്ചിറ, ഷൈമി ജേക്കബ് എന്നിവർക്ക് പുറമെ ട്രസ്റ്റി ബോർഡിലേക്ക് മത്സരിക്കുന്ന അലക്സ് എബ്രഹാമും സംസാരിച്ചു. യുവജന പ്രതിനിധി സ്നേഹ തോമസ് ആയിരുന്നു സംസാരിച്ച മറ്റൊരാൾ. ഫൊക്കാന മുൻ ജനറൽ സെക്രട്ടറി വിനോദ് KRK സ്പെല്ലിംഗ് ബി പോലെ തങ്ങളുടെ കാലത്ത് നടപ്പാക്കിയ പദ്ധതികൾ പുനരാരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചു. ഡെലിഗേറ്റുകളെ ജോസ് കുര്യപ്പുറം തുടങ്ങി ഒട്ടേറെ പേർ പങ്കെടുത്തു. ഫോമക്കാരായ ചിലരും സൗഹൃദ പ്രതിനിധികളായി എത്തി. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.